ആള് കൂടി കൊറേ ഉണ്ടല്ലോ കൊറേ ഉണ്ടല്ലോ പിള്ളേര്. Guys, thank you so much, guys. Thank you. And നമുക്ക് അങ്ങനെ പ്രൈം ഒന്നുമില്ല, എപ്പോഴും പ്രൈം ആണ്. Guys, thank you so much, guys. അയ്യോ നിങ്ങള് ഞാൻ മിസ് ഔട്ട് ആയ ആരെങ്കിലും ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഗൈസ്, ആഷ് ബ്രൂട്ടൽ, MG3 സെക്കൻഡ്, അതുപോലെ തന്നെ KVയിലെ ഡീമൻ, ഇവരെയൊക്കെയാണ് നമ്മൾ ഒപ്പം നടക്കാൻ ഞാൻ ഉണ്ട്. ഒന്നല്ലേ ഒന്ന് നിന്റെ വല പോയി പൊക്കോണ്ടിരുന്ന മറ്റേ സീനാവൂ കേട്ടാ. എന്തിനു സീന്? മറ്റേ പട്ടാളം സീനാവേ. പട്ടാളോ? ഇവിടെ PC പോവാറായി പിന്നെയാണ് പട്ടാളം. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ പോകുമ്പോ ഒറ്റയടിക്കാൻ പോവാന്നേ. നിന്റെ വല പോയതല്ലേ ഇപ്പൊ? വല പോയതല്ല, മറ്റേത് കറണ്ട്. പുതിയ മെമ്പേഴ്സ് ഐശ്വര്യമായിട്ട് വലതുകാലോ ചാത്തോടൊന്ന് കീറോ. 3 പേരൊന്ന് വരുമോ? ഈശ്വര പ്രാർത്ഥന. എല്ലാവർക്കും ഈശ്വര പ്രാർത്ഥിച്ചോണ്ട് സ്വന്തമായിട്ട് ഈശ്വര പ്രാർത്ഥന പാട്. 3 പേര് ഒരുമിച്ച് വന്നാലും ഓം നമ ശിവായ കേറിക്കോ. ഓർമ്മ ശക്തിയൊന്നും ഇല്ല. ഒരു കാര്യമായിട്ടൊരു കാര്യമൊക്കെ പറഞ്ഞ് അതൊക്കെ മഴ പഠിച്ച് കൊണ്ടുപോകും. എന്തിനു പറഞ്ഞ് കെട്ടിയിടാന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. ഈശ്വര ഭഗവാനെ നന്നായിട്ട് വെടിവെക്കാനും ഒക്കെ പറ്റണേ. വേറെ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എടാ നിങ്ങൾ 3 പേരും ഐശ്വര്യമായിട്ടൊന്ന് കയറോ, ഞങ്ങൾ പുറകെ കയറിക്കോളാം. പറഞ്ഞെങ്കിലേ ഉള്ളൂ. അല്ലല്ല നിന്റെ കളർ ഡ്രസ് ഇട്ട് വരാൻ, നിന്റെ ബർത്ത്ഡേ കളർ ഡ്രസ് ഇട്ട് വരാൻ എന്താണ് ഓടി വന്നതാണ് ഇപ്പൊ പുതുക്കിയത്. ആളെ കേറ്റാതെ പുറയിലോട്ട് TV. Welcome to TV. ആഷ് ബ്രൂട്ടൽ ചന്ദ്ര ഇന്ന് ഞാനത് ഡീമൻ സെക്കൻഡ്. ലെറ്റ്സ് ഗോ. എത്ര ദിവസമാടാ ഞാൻ ബ്രാവോ വേണ്ട. അപ്പാപ്പ ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ടേ. അപ്പാപ്പ കേക്കോ റേഡിയോയില്? അല്ല അപ്പാപ്പന്റെ സൗണ്ട് കേൾക്കണില്ല. അപ്പാപ്പ അന്നേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിക്കില് ബ്രാവോയും ഞാൻ ബാൻ ചെയ്തായിരുന്നു കേട്ടാ. ബ്രാവോ ഒന്നും ഇടാൻ പറ്റത്തില്ല, KV ഒന്നും ഇടാൻ പറ്റത്തില്ലേ. അത് ഞാനൊന്ന് ആദ്യമേ പറയണം കേട്ടാ. അത് കുഴപ്പമില്ല, നമുക്കത് വേറെ രീതിയിൽ ചാലി തന്നാ മതി. ഓക്കെ. 1 2 3 ബാക്കിയുള്ളവർ എന്ത് ഇവിടെ 4 പേരേ ഉള്ളൂ. ഹലോ 4 പേര് കത്തിപ്പോയി. അടുത്ത് വരുമ്പത്തേക്ക് തെളിഞ്ഞു വരും ഇവിടെ. ആരും ഇല്ല ഇവിടെ. എന്തിനു പറയാനാ? എനിക്ക് 4 പേരെ കാണത്തുള്ളൂ. ഓരോരുത്തർ വരുന്നു. ഹലോ അണ്ണൻ കോർത്ത് എടാ സിറ്റി PL ആണോടാ ഇത്രയും? ഗൈസ് 28K was the peak. താങ്ക് യു സോ മച്ച്. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അപ്പാപ്പ. ഒടുക്കത്തെ പിങ്, ഒടുക്കത്തെ PL. അപ്പാപ്പ ഇതൊക്കെ എന്താ അപ്പാപ്പ?
വാസമോനെ എനിക്ക് തോന്നുന്നു വാസമോനെ തന്നെ ടാർഗറ്റ് ചെയ്ത ആൾക്കാർ അടിക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് നിങ്ങളെ ആരും കാണുന്നില്ല, എനിക്ക് ആകെ കാണുന്നത് വെളിയിലോട്ടൊന്ന് പോയിട്ട് ഗ്യാങ്സിന്റെ വെളിയില് ഞാൻ മാർക്ക് ചെയ്ത് പിങ് നോക്കി. പിങ് കാണുന്നുണ്ടോ മാപ്പില്? ഇല്ല മാപ്പിൽ കാണുന്നില്ല. മാപ്പില് റേഡിയോ തന്നെ അല്ലേ? ഞാൻ റേഡിയോയിലുണ്ട്. ഇതില്ലേ? കാസ്റ്റർ ഒന്നും ബാൻ ചെയ്തിട്ടില്ലടാ. നമ്മുടെ വീടിന്റെ പുറകിലോട്ട് വാ. ഗൈസ് അത് അങ്ങനെ ബാൻ ചെയ്തതല്ല. എന്താന്ന് പറയട്ടെ, ഞാന് വെറുതെ അനാവശ്യമായിട്ട് അവരുടെ ചോദ്യങ്ങൾ ചോദിച്ച് വെറുതെ ഓഡിയൻസ് ഓരോന്ന് പറഞ്ഞ് ഇതാക്കണ്ട എന്ന് വിചാരിച്ച് ബാൻ ചെയ്തതാണ്. എടാ എന്തേ നിൽക്കുന്നു പുതിയ റിക്രൂട്ട്മെന്റ്? ഹലോ കേക്കാവോ? ഹലോ ഒന്ന് കൈവക്കി നീ താത്തേ. ഓക്കെ ഞാൻ കൈവക്കാം. താക്കട്ടെ. നോർമൽ അല്ലേ ഞാൻ? ഓക്കെ താങ്ക് യുടാ. ഇല്ല ഒന്നുമില്ല. അയ്യോ എടാ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറടാ. അകത്തോട്ടോ? റിക്രൂട്ട്മെന്റ് ആണോ? എടാ ഞാൻ വെളിയിൽ സംസാരിക്കാം. കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് വെളിയിൽ സംസാരിക്കാം. ഓക്കേടാ. ഓക്കെ അമ്മമാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും ഉണ്ട്. നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു മൈൻഡ് ഉണ്ട്, മനസ്സിലായ? വേറെ ഒന്നും വേണ്ട. നമ്മൾ എൻഡ് ഓഫ് ദി ഡേ എന്തെങ്കിലും ഒരു വേഴ്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് പേരാണ് ശരിക്കും പറഞ്ഞാൽ ഇനി വേണ്ടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. ബാക്കി PvP ഇതൊക്കെ ഞാൻ ആ ഇട്ടേക്കണ 4 സ്ലോട്ട് കേസ് ഞാനത് വളരെ സെലക്റ്റീവായിട്ട് ഞാൻ ആ 4 സ്ലോട്ട് എടുക്കുകയുള്ളൂ. നാളെ ആരൊക്കെ പോയാലും ആരൊക്കെ നിന്നാലും എന്തൊക്കെ വന്നാലും എൻ്റെ കൂടെ ഉറപ്പുള്ള ഒരു 4 പേരെ ഞാൻ TVക്കകത്ത് കൊണ്ടുവരും. അത് ഉറപ്പാണ്. അത് ഞാൻ 100% ഉറപ്പാണ് കേസ്. ആ ഒരു സ്ലോട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കണേ. ഹലോ. ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ ആരും ഇല്ല. നിങ്ങളെല്ലാരും ഗ്യാങ് ഹൗസിന് പുറത്താണ്. ഞാൻ മാത്രം ഇവിടെ. എന്നാ പുറത്തോട്ടോ. ബാക്കിലോട്ട് വല്ലതും വാ. ഇപ്പൊ എല്ലാരും കാണാം. ഇനി എല്ലാരും ഒരുമിച്ച് നോക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ ഇതിന്റെ ഫ്രണ്ടിലൊന്ന് നിരന്ന് നിക്കാം. വാ എടാ എല്ലാരും അവിടെ നിക്കോ. എല്ലാരും അവിടെ നിക്കോ. എല്ലാരും ഒന്ന് കാണട്ടെ, നിരന്ന് കാണട്ടെ. ചന്ദ്ര നീ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം ചന്ദ്ര. നിന്നെ അവിടെ നിന്ന് കാണണം എനിക്ക്. ജനനായകൻ. ആ കൊട മാറ്റോടാ. കൊട വൃത്തിയാടാ. ഗൈസ് അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു TVA. ഇപ്പൊ ഇന്നത്തെ റിക്രൂട്ട്മെന്റും അത് കഴിഞ്ഞിട്ടുള്ള റിക്രൂട്ട്മെന്റും OG മെമ്പേഴ്സിനും എല്ലാവർക്കും നമ്മുടെ ഒരു റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണ കുറച്ച് പരിപാടികളാണ്. ആൻഡ് എന്താ പറയാ, ഇതാരടാ ഈ ഡ്രോൺ പറത്തി കളിക്കണേ? വേണം ആ ഡ്രോൺ അടിച്ചങ്ങ് പൊട്ടിച്ചേരെ. അപ്പൊ എല്ലാവർക്കും വെൽക്കം. അതുപോലെ തന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കൗണ്ടായി. സോ ഇപ്പോൾ പുതിയ പ്ലേയേഴ്സ് 3 പേർക്കും ഈ ഞായറാഴ്ച കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ 3 പേരുണ്ടാവില്ല. കാരണം നമ്മൾ പഴയ മെമ്പേഴ്സിനെ ഇതുവരെ നമ്മുടെ ഡിസ്കോഡിൽ നിന്ന് റോള് റിമൂവ് ചെയ്തിട്ടില്ല. സോ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ടി വന്നിട്ടില്ല. വളരെ ചുരുക്കം റിക്വസ്റ്റ് ചെയ്ത ആൾക്കാരുടെ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളൂ. സോ ബാക്കിയുള്ള ആൾക്കാരുടെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം 3 പേരെ റിമൂവ് ചെയ്താലേ നമുക്ക് 3 പേരെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് 3 പേരെ റിമൂവ് ചെയ്യേണ്ട ഒരു ഇതാണ്. ആ റോള് റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ റോള് റിമൂവ് ചെയ്തിട്ട് 3 പേരെ ഈ സൺഡേ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ സൺഡേ ബാക്കി ഇന്ന് റിക്രൂട്ട് ചെയ്ത 3 പേർക്കും സൺഡേ തൊട്ടേ കളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ പ്ലേ ടൈം സിറ്റിയിൽ കുറവാണെങ്കിൽ ദയവ് ചെയ്ത് ഇതാക്കി വെക്കുക.
എനിക്ക് തോന്നുന്നില്ല ഡീമൻ എനിക്ക് തോന്നുന്നു കുറവാണ്. നല്ല ഡീമ സെറ്റാണോ? പിന്നെ പെണ്ണ് പിടിക്കാൻ ഡെയിലി കയറുന്നില്ലേ? അപ്പൊ എനിക്ക് ആഷിന്റെയോ? ആഷിന്റെ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും പ്ലേ സെക്കൻഡൊക്കെ പിന്നെ ഇന്നലെയും കൂടെ എല്ലാവരുടെയും നടി പിടിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് അവന് പ്ലേ ടൈം ഓക്കെയാണ്. അപ്പൊ ബാക്കി എല്ലാരും എന്താ ആക്റ്റീവ് ആവുക സിറ്റിയില്. ഇനിയിപ്പോ അങ്ങോട്ട് നമുക്ക് സിറ്റുവേഷൻസ് ഒക്കെ എടുക്കാം. എത്ര ഉള്ളു? വേറെ എന്തെങ്കിലും പറയണ്ടോ ചന്ദ്ര? എന്തെങ്കിലും പറ. ചന്ദ്ര നീ ഇങ്ങോട്ട് വന്നേ. വന്നു തന്നെ ഭാഗ്യം. ചന്ദ്ര നീയാണ് ഇനി സ്ട്രിക്റ്റ് ആയിട്ട് ഇവരുടെ അടുത്ത് നിക്കണ്ടേ. ഞാൻ ഇനി ഇതൊക്കെ ആരാ എനിക്ക് ആരെന്ന് പോലും അറിഞ്ഞൂടാ. ഞാൻ ആരെന്ന് പറഞ്ഞ് വിളിക്കും, പേര് മാറ്റി വിളിച്ചാൽ തള്ളക്കല്ല വിളിച്ച് തോക്ക കരിക്കുന്നു വെടിച്ചും കൊല്ലും അപ്പൊ തന്നെ. ഇല്ല ചന്ദ്ര, ഞാൻ പറഞ്ഞേ ഇനി ഞാനാണ് ഫ്രണ്ട്ലി ആയിട്ട് അവിടെ നിൽക്കാൻ പോണേ. നീയാണ് കർക്കശക്കാരൻ, മനസ്സിലായ? കർക്കശക്കാരൻ ആകുമ്പത്തേക്കും ഞാൻ ശത്രുവായി. ഇല്ല ശത്രു ആവൂല. ഞാൻ വാറിൽ എന്നെ കൊണ്ടേ തുടങ്ങി. ഇല്ല ചന്ദ്ര, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരൂല. നീയാണ് കർക്കശക്കാരൻ ലീഡർ, മനസ്സിലായ? കോ ലീഡർ. ഞാൻ ഫ്രണ്ട്ലി ലീഡർ, മനസ്സിലായ? ചന്ദ്ര സംസാരിക്കണ്ട. നമ്മുടെ പയ്യൻ സ്നൈപ്പില്ല. പയ്യന്റെ അക്കൗണ്ട് കിക്കില് ബാനാണെന്ന് പണ്ടെന്തോ കൊണയടിക്കാൻ പറഞ്ഞതാ മാസിലായിരുന്ന സമയത്ത്. ബാക്കിയുള്ള പറയാ. പിന്നെ കൂ കഴിഞ്ഞിട്ടുള്ള എന്ത് തോറ്റപ്പോ? ബോഗ് തോറ്റപ്പോ കളിയാക്കാൻ വന്നതാ. കളിയാക്കാൻ നീ എന്താ ഇട്ട് ഇവിടെ കൂക്കൂന്നാ? അതെന്താ കുണ്ണേന്നായിരിക്കും. കൂക്കൂന്നല്ല എന്തായാലും. എന്തായാലും ഇവിടെ ബാഗ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. നീ കൂക്കൂന്ന് സിറ്റിയിലും പുറത്ത് വേറെയാണ് ഇട്ടത്, എനിക്കറിയാം. അൺബാൻ ചെയ്ത് തരാം എല്ലാം തരാം. പുതിയ പിള്ളേരെ അതാരാ സംസാരിക്കണേ? മിന്നിയാണോ? മിന്നി സംസാരിച്ചോ. പുതിയ പിള്ളേരെ നിങ്ങൾക്ക് എല്ലാവർക്കും വെടിയേക്കാനുള്ള ശക്തി തരും ദൈവം. ഒരു മിനിറ്റ്. ഈ പുതിയ പിള്ളേരെ 3 പേരെ പേരെന്ന് പറഞ്ഞാണ് വെന്നി. ഡീമൻ നമ്മുടെ ചെറുക്കൻ, നമ്മുടെ ചെക്കൻ, എന്റെ ചെക്കൻ എന്നാണ് ഞാൻ വിളിക്കണേ. എന്റെ ചെക്കൻ മനസ്സിലായില്ലേ? പിന്നെ മറ്റേ ബ്രൂട്ടൽ, അവനെ ഞാൻ ബ്രൂട്ടൽ എന്നാ വിളിക്കണേ. എല്ലാത്തിന്റെ എവിടെയോ മുക്കും പോലെ ഓർമ്മയുണ്ട് കേട്ടോ. എവിടെയോ മുക്കും പോലെ ഓർമ്മയുണ്ട്. പിന്നെ വേറെ മെയിൻ ഫൺ എലമെന്റ് എന്താന്ന് വെച്ചാൽ മെന്നി ഇപ്പൊ ഈ റിക്രൂട്ട് ചെയ്ത 3 പേര് ഈ റേഡിയോയിൽ ഇല്ല. അവരോട് ഈ റേഡിയോയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഫ്രണ്ടിലോട്ട് കുറച്ച് കെയർ വെക്കണം. ശരിക്കും ട്രാപ്പിലായ ഇപ്പോഴാണ്. ഒന്നും പറയില്ലേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടോ അവരുടെ? ഇനി തൊട്ട് നിങ്ങളെ ട്രെയിനിങ് ഭയങ്കര രൂക്ഷവും കാഠിന്യമേറിയതുമായിരിക്കും, മനസ്സിലായില്ലേ? ഇത്രയും നാളെ നിങ്ങൾ നിന്നോലൊന്നും ആയിരിക്കില്ല. വേറെ ഗ്യാങ്ങിലൊക്കെ നിന്നോലെ. ഏത് ഗ്യാങ്ങിൽ നിന്ന് ഈ നീലം മുടിയുള്ള ഈ ഗ്യാങ്ങിലുള്ള ഡേ ഭയങ്കര ഏത് ഗ്യാങ്ങിൽ നിന്ന് വന്നേ? അതിന് മുമ്പേ ഏത് ഗ്യാങ്ങാണാ? പറ. ഞാൻ ഓൾറെഡി ചോദിച്ചായിരുന്നു കെവിനെ. ഓൾറെഡി ചോദിച്ചായിരുന്നു. അപ്പൊ R34 ഒരു മുമ്പേ ലീഡർ ഉണ്ടായിരുന്നോണ്ടാണ് അവൻ ഇറങ്ങിയെന്നാണ്. ഇവൻ ലീഡർ ആയിരുന്ന സമയത്താണ് ഇവൻ കളിച്ചോണ്ടിരുന്നത്, മനസ്സിലായോ? ആ ശവത്തിനാരിലൊന്ന് കുഴിച്ചിടോ എവിടെയും. റോളറക്കാൻ വന്നെ കളർ ഡ്രസ് ഇട്ട്. നിന്റെ ബർത്ത്ഡേ അടക്കുന്നേ. നേരത്തെ അടുത്തവരെ റാഗ് ചെയ്തായിരുന്നു. നേരത്തെ 4 പേര് എടുത്തവരെ. പിന്നെ അവരൊക്കെ റാഗ് ചെയ്തില്ലേ? പിന്നെ ചന്ദ്രൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടേ കേസ് നിങ്ങളോട്? ഇത് റെഡി ഇല്ലല്ല, ഒരു മിനിറ്റ്. ഷോർട്ട് എടേ, അപ്പൊ പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാ നിങ്ങള് അടി ഇപ്പം വന്ന 3 പേര് അടിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അടി മാത്രം പോരാ, ഒപ്പം സംസാരം കൊണ്ടുവരണം. സംസാരില്ലാത്തവരെ നമ്മൾ സംസാരിപ്പിച്ചോളാം, ഒന്നും കുഴപ്പമില്ല, നമ്മളെല്ലാം റെഡിയാക്കാം. പിന്നെ സിറ്റി ആകുമ്പോഴത്തേക്കും സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ ആദ്യം വന്ന് ഇപ്പം നേരത്തെ നമുക്ക് കുറച്ച് പേരുടെ ഉണ്ടായിരുന്നു. അപ്പൊ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് ഇപ്പൊ വാസവനെ വിളിച്ചായിരുന്നു. വാസവൻ ഇപ്പൊ ഏത് പാതിരാത്രി ആണെങ്കിലും ചാടി വരും വാസവൻ, അല്ലേ അണ്ണാ? പിന്നല്ലാതെ
ഇനിയിപ്പോ പറയാൻ വേറെ ഇനിയിപ്പോ ആരും ഇല്ല. അതുകൊണ്ട് നിങ്ങള് നേരെ വന്നിട്ട് പറഞ്ഞാൽ മതി, നമ്മൾ ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും. ആൻഡ് വേറെ എന്താ, എല്ലാം നന്നായിട്ട് പോട്ടെ അല്ലേ അണ്ണാ? പിന്നല്ലാതെ അത്രയൊക്കെ ഉള്ളു നിങ്ങക്ക്. നമ്മള് ഇപ്പൊ പറയല്ലോ കുറച്ച് നല്ലതെന്ന് പറഞ്ഞാൽ വെറുതെ മറ്റേ വണ്ടി ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷൻ എടുക്കാതെ നമ്മൾ ഇങ്ങോട്ട് ചൊറിയാൻ വരുന്നവന്മാരുടെ സിറ്റുവേഷൻ എടുത്തു. നമ്മളൊരു മാതൃകയാണല്ലോടാ സിറ്റിയില് എന്ന് പറഞ്ഞാ. സിറ്റിയിൽ ചെറിയ വണ്ടി തട്ടിയ കേസിന് അങ്ങനെയൊക്കെ അടി ഉണ്ടാവണം, മനസ്സിലായില്ലേ? വാറില് ചാറ്റില് കൊണയടിച്ചടി. നമ്മളൊരു മാതൃകയാണോ എങ്ങനെ സിറ്റുവേഷൻ എടുക്കാമെന്ന് നമ്മൾ പഠിക്കണം നമ്മളെ കണ്ട്. അതെ, വണ്ടി അടിച്ചടിയാണല്ലേ നമ്മള്. അതെ. പക്ഷെ പറയുന്ന ആൾക്ക് കറന്റ് 4 ദിവസത്തേക്ക് ബാനാണ്. 4 ദിവസത്തെ ബാനാണ് ഇവന്. കള്ളക്ക് വിളിച്ചത് 4 ദിവസം ബാനാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അതാണ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കണം, മനസ്സിലായില്ലേ? ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃകയാണ്. 4 ദിവസം ബാനാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ടീമിന് വേണ്ടിട്ട്. അതെ അതെ അതെ. അപ്പൊ എടാ ഇന്ന് MG3 ആയിട്ട് എന്തായിരുന്നു സിറ്റുവേഷൻ? അവര് ഇത് കഴിയുമ്പോ മീറ്റിംഗ് വിളിക്കുമോ, അവര് വിളിക്കാന്ന് പറഞ്ഞായിരുന്നു. അവര് പറയുവാണെങ്കിൽ സംസാരിക്കാതെ അവിടെ പോകും. അപ്പൊ പിന്നെ ഇത്രേ ഉള്ളൂ നമുക്ക് സംസാരിക്കാൻ. വേറെ സംസാരിക്കാനൊന്നുമില്ല. SRKയുടെ കാര്യം കൂടെ പറയാം. SRK അവൻ എൻ്റെ അടുത്ത് ഞാൻ ലാസ്റ്റ് സംസാരിച്ചായിരുന്നു SRK അടുത്ത്. സോ കറന്റ് അണ്ടർ സസ്പെൻഷൻ ആണ് അവൻ. അപ്പോൾ അവൻ മൈൻഡ് ഓക്കെ ആകുമ്പോൾ വന്ന് ബാക്കി സംസാരിച്ചോളാം, എന്നിട്ട് മാറ്റിയാൽ മതി എന്നുള്ള ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ SRK വന്ന് സംസാരിക്കുമ്പോഴത്തേക്കിന് സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യാം. അവൻ മൈൻഡ് ഓക്കെ ആയിട്ട് വരട്ടെ. സോ അതുവരെ ബാക്കി എല്ലാവരും സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ ഒരു എടാ പുതുതായിട്ട് വന്നവര് എല്ലായിടത്തായിട്ട് പറയണേ, നിങ്ങള് ബാക്കിയുള്ളവരടുത്ത് ഇന്ററാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇതാണ്. ലൈക്ക് നിങ്ങള് ഇപ്പം അവര് മിണ്ടിയില്ല മിണ്ടാണ്ടോന്നിരിക്കില്ല, എല്ലാരും അങ്ങോട്ട് സംസാരിക്കണം കേട്ടോ. പറഞ്ഞുതരാം. നമ്മളിപ്പോ റിക്രൂട്ട് ചെയ്തതില് നിങ്ങളൊരു 4 പേര് ഇപ്പൊ എന്താ KVA മെമ്പേഴ്സ് ആണ്. 3-4 പേര് ഇതിനകത്ത് നേരത്തെ 2 SMG നമുക്ക് അബദ്ധത്തിൽ 2 പേരെ നമ്മൾ റിക്രൂട്ട് ചെയ്തായിരുന്നു, മാഡി സാവേജിന്. അതിന്റെ കൂടെ ഇപ്പം കുറച്ചെണ്ണത്തിനെയും കൂടെ നമ്മൾ റിക്രൂട്ട് ചെയ്തപ്പോൾ ഇപ്പൊ വീണ്ടും ഇവിടെ SMG ആയി. നിങ്ങളെല്ലാം എനിക്ക് മിക്സ്ഡ് അപ്പ് ആക്കി കാണണ്ട. അല്ലാതെ നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ഗ്യാങ് അവരുടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ, അങ്ങനെ ഒരു സാധനം ഗൈസ് നമുക്ക് വേണ്ട. സത്യം പറഞ്ഞാൽ ലിറ്ററലി നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് വേണ്ടുന്നൊരു കാര്യമാണ്. സോ അത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സോ നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇൻട്രാക്റ്റീവ് ആയിട്ട് ഇതാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോടോ ചന്ദ്രനോടോ എല്ലാം വന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ വേറൊരു കാര്യോട് അപ്പാപ്പ ഒന്ന് വരും ഫ്രണ്ടിലോട്ട്. സോ നിങ്ങളിന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പാപ്പൻ നമ്മുടെ അകത്തുള്ള ഒരു വൺ ഓഫ് ദ ഒരു എൽഡർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ അതിൻ്റെ റെസ്പെക്റ്റ് നിങ്ങളെല്ലാവരും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനിയുള്ള നമ്മുടെ വാറെല്ലാം ലൈക്ക് ലീഡ് ചെയ്യണത് അപ്പാപ്പനായിരിക്കും കുറച്ച് ദിവസത്തേക്ക്. സോ നമുക്ക് ഓഫ്ലൈനിൽ കുറച്ച് കാര്യങ്ങൾ അല്ലാതെ സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ കോൾസ് എല്ലാം കൊടുക്കുന്നത് നമ്മുടെ മെയിൻ കോൾസ് ഹെലി കോൾസും എല്ലാം ഇനി തൊട്ട് അപ്പാപ്പനായിരിക്കും കൊടുക്കുന്നത്. സോ വാർ കളിക്കുന്ന സമയത്ത് നിങ്ങൾ കോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് ചന്ദ്രൻ ഉണ്ടെങ്കിൽ ചന്ദ്രൻ, അല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ ഞാനുള്ള സമയത്ത് നമ്മൾ ഇതായിട്ട് സംസാരിച്ചോളാം. എല്ലാവരോടും ഓവർലൂപ്പ് ആവരുത്. കാരണം നിങ്ങൾ പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് സംസാരിക്കാൻ റോളില്ല എന്നുള്ളൊരു കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സജഷൻ ഇല്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും നാള് കളിച്ചൊരു ഗ്യാങ് എനിക്കറിയത്തില്ല എങ്ങനെയാന്ന്, പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഞങ്ങള് ഹൈറാർക്കി ബേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് സംസാരിക്കാൻ ബാഡല്ലോ, മനസ്സിലായോ? അതായത് നമ്മള് ഹൈറാർക്കി ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫാമിലി പോലെയാണ് ഇത്ര നാളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങളിൽ നിന്ന് ഞങ്ങളത് എക്സ്പെക്ട് ചെയ്യും എന്തായാലും, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് അതായിട്ട് നിങ്ങൾ മാച്ചപ്പ് ആയി പോകാൻ ടൈം എടുക്കോ എന്ന് കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. എന്താ വെച്ചാൽ അത് ഒരു പെട്ടെന്ന് ഒരു ദിവസം മാറ്റുക എന്നുള്ളൊരല്ലടാ. നിങ്ങൾ എത്രത്തോളം അഡാപ്റ്റീവ് ആവുന്നത്, നിങ്ങൾക്ക് ഫീൽ ബാഡ് ആവരുത്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ഫീൽ ബാഡ് ആവുക എന്നുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് ഫീൽ ബാഡ് ആവുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഔട്ട് ദ ഫേസ് ഞങ്ങളോട് പറയാം, അങ്ങനെ പറഞ്ഞത് ശോകമായ അണ്ണ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ POV ഇതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഓൾറെഡി ഉള്ള മെമ്പേഴ്സ് കുറേ പേർക്ക് അറിയാം. നിങ്ങൾ പുതുതായിട്ട് വന്നവരുടെ കാര്യമാണ് പറയണത്. നിങ്ങൾ ആ ഒരു മൈൻഡിൽ എടുക്കാവൂ. നമുക്കറിയാം നിങ്ങളെല്ലാം പലയിടത്തു നിന്ന് വന്നുകൊണ്ട് ആ ഒരു സിനർജി ബിൽഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് പാടാം. അപ്പോൾ അത് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. അപ്പോൾ ഈ പറയണത് പോലെ നിങ്ങളും കൂടെ അതിന് ഞങ്ങളുടെ അടുത്ത് സഹകരിച്ചാൽ മാത്രമേ ഒരു നല്ല ഗ്യാങ് ആയിട്ടും നല്ല ഫാമിലി ആയിട്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
സോ അപ്പാപ്പൻ പറയണ കോൾസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ലിസൺ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും പുതിയതായിട്ട് വന്നവരോ പഴയവരോ എന്തോ ആയിക്കോട്ടെ, നമ്മളെപ്പോഴും തമാശയൊക്കെ പറയുമെങ്കിലും ഫിൽട്ടർ ഐ ജിയിൽ നമുക്ക് കെവിനുണ്ട് ഇവിടെ, സ്നൈപ്പ്, ബാക്കി സംസാരിച്ചുകൊണ്ടിരുന്ന കുറേ പേരുണ്ട്, ഹരിയുണ്ട്, ലീഡിയും, അങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പോൾ ഇൻ ആബ്സെൻസ് ഓഫ് AP അപ്പാപ്പനായാലും ഞാനായാലും ഡ്രീമർ ആണെങ്കിലും നിങ്ങൾക്കെല്ലാം ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാം. അല്ലാതെ ഞങ്ങളുണ്ടേലേ Dreamer, who is that guy? ഐ മീൻ ചന്ദ്രനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആർക്ക് വേണേലും ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ അതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളില്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെയാണ് ഇത് കളിക്കേണ്ടത്. ഇന്ന് MG3 വാറിനാണെങ്കിലും ഞാൻ കണ്ട് ഹരിയൊക്കെ നന്നായിട്ട് കോൾ കൊടുക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരിച്ച് കളിക്കുക. സ്നൈപ്പുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, എല്ലാവരോടും ഓവർലൂപ്പ് ആവാതെ നിങ്ങൾ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കളിക്കുക. നമ്മളുള്ളപ്പോൾ നമ്മൾ നോക്കിക്കോളാം. എല്ലാ കാര്യത്തിനും ഇനി നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കൊരു നല്ല ബിഗിനിങ് ഇവിടുന്ന് അങ്ങ് തുടങ്ങാം. ഓക്കെ അല്ലേ? ഞാൻ ഇത്ര എഴുതിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പാപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പാപ്പ നിങ്ങളൊക്കെ വല്ലതും പറയണുണ്ടോ? ഒരു 5 പേജാണ് ഞാൻ അസൈൻമെന്റ് ആണ് ഞാനിപ്പോ ഇവിടെ വായിച്ചു തീർത്തത്. നിങ്ങൾ വല്ലതും പറയണുണ്ടോ ഇവിടെ? വണ്ടി അപ്പാപ്പ പറ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഇത് ശരിക്കും റിയൽ വാച്ചിങ് ആണോ ഗൈസ്? എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് സംശയം വരണം. പുതിയതായിട്ട് വന്നിട്ട് 10-17 പേര് ഫ്രണ്ട് നിൽക്കണം. വല്ലതും പറയണം. കിക്കാരോട് ചോദിക്കും. തിരിച്ചൊട്ടിക്കാൻ പറ്റൂല. എനിക്ക് ഡേറ്റ അറിയണം. പിന്നെ പറഞ്ഞുതരാം. കിക്കാരോട് ചോദിക്കും. ചന്ദ്ര നീയെങ്കിലും എന്തെങ്കിലും പറയടാ. അപ്പാപ്പ സംസാരിക്കാം. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം. അത് അവന്മാരുടെ അടുത്ത് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലേ അവർക്കും ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. പെട്ടെന്ന് ഇപ്പൊ ഒരു ദിവസം വന്നിട്ട് ഞാൻ അപ്പാപ്പനെ അനുസരിക്കാൻ പറഞ്ഞ അവർക്കും അത് ഒരു ഇതായിരിക്കും. ടു ബി ഓണസ്റ്റ് ആയിട്ട് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയണം അപ്പാപ്പൻ്റെ അടുത്ത്. അപ്പാപ്പൻ്റെ ഹൈറാർക്കി നമ്മൾ ഇവിടെ ആ ഒരു രീതിയിൽ എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പാപ്പനും അപ്പോൾ അത് അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്ത് അത് കൊണ്ടുവരണം. അപ്പാപ്പൻ്റെ സൈഡിൽ നിന്ന് വേണ്ടുന്ന നമുക്ക് വേണ്ടുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അപ്പാപ്പ സംസാരിച്ചു അവരുടെ അടുത്ത്. ഒന്നുമില്ല പിള്ളേരെ, ഇത്രേ ഉള്ളൂ. നമ്മളിപ്പം എല്ലാരും പലരും പലയിടത്തു നിന്ന് വന്ന ആൾക്കാരാണ്, മനസ്സിലായി. ഇപ്പം പലരും നമ്മൾ കളിച്ചോണ്ടിരുന്നതും അല്ലെങ്കിൽ കളിച്ചോണ്ട് വന്നിരുന്ന ശൈലികളിലും വ്യത്യാസം ഉണ്ടാവും. എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ കുറച്ചുനാൾ കഠിനമായിരിക്കും. പക്ഷെ അതിൽ മനസ്സ് മടുക്കാതെ മുന്നോട്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തുഴഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ബാക്കിയുള്ളവരെക്കാട്ടിലും മുമ്പേ എത്താൻ സാധിക്കുന്നുള്ളൂ. സോ മാക്സിമം എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന പോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാം. അതിൽ കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. എന്നുണ്ടെങ്കിലും നേരിട്ട് എന്നോട് വന്ന് തന്നെ സംസാരിക്കണം. ഒന്നും മനസ്സിൽ വെച്ചോണ്ട് അധികം നാളെ പോകരുത്. അതേപോലെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മൂത്തൊരാൾ അത് പറയുന്നത് തെറ്റ് കാണുമ്പോൾ പറയുന്നതെന്ന് കണ്ട് മനസ്സിലാക്കുക. അത് മനസ്സിലോട്ട് എടുക്കാതിരിക്കുക. മനസ്സിലാടാ പിള്ളേരെ? ഗൈസ് ഒരു മിനിറ്റ്, നമുക്ക് പോകെ എനിക്കിപ്പോ നിങ്ങളുടെ ആരുടെയും പ്ലേ സ്റ്റൈൽ എനിക്ക് അറിയത്തില്ല. നമ്മൾ പോകെ പതുക്കെ ഓരോരുത്തർ കളിക്കുന്ന ശൈലികൾ എനിക്ക് മനസ്സിലാവുന്നതായിരിക്കും. നമുക്ക് അതനുസരിച്ചിട്ട് ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാം. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം, സംസാരിക്കട്ടെ. പറ. അപ്പൊ ഇന്ന് മാറില്ലേ? ഇത് വേറണ്ടല്ലേ? ഇന്നുണ്ടോ വാറുണ്ടാവോ? എനിക്ക് അറിഞ്ഞൂടാ. എന്നാ ഇപ്പൊ ഇറങ്ങുമ്പോ തോക്കും പിടിച്ച് നമ്മുടെ ഇത് കഴിയുമ്പോ ഒരു മീറ്റിംഗ് പറഞ്ഞ മീറ്റിംഗ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാർത്തിക് ബ്രോ, ഐ ആം റൈറ്റ് നൗ ലൈവ് ഓൺ കിക്ക് ആക്ച്വലി. ഹലോ, ഇറ്റ്സ് അറൗണ്ട് ലൈക്ക് 29.9k people watching the stream. Is it real or not? അയ്യപ്പാ, ഹലോ, 6-9-69 real watching, right? Bro, I don't know what to say, bro. Thank you. Please confirm that, okay?
പുള്ളി അവരോട് ചോദിച്ചപ്പോ റിയൽ വാച്ചിങ് ആണെന്നാണ് അവര് പറയണേ. അടിച്ചിട്ടുണ്ടോ? 30,000 പേര് ഇവിടെ വന്നു. അടിച്ചിട്ടുണ്ടെന്നാ പറയാറേ. ഹലോ ഒരു എടാ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലായിടത്തും എനിക്കൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. ഇത്രയും നാള് ടിവിയുടെ ഓസിയാണ് ലൈക്ക് ടിവിയുടെ ഹയസ്റ്റ് പീക്ക് വാച്ചിങ് എന്ന് പറയണത് 26K ആയിരുന്നു, അതും യൂട്യൂബിൽ. ആൻഡ് ഇന്ന് നമ്മളത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് 30,000 ലൈവ് വാച്ചിങ്. അയ്യോ ഞാനിപ്പോ അവരെ വിളിച്ചു. അപ്പൊ എനിക്ക് സംശയം, കാരണം ഞാൻ വിളിച്ചു ചോദിച്ച അവരെ ഇപ്പോ ഇല്ലേ എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ താങ്ക് യു സോ മച്ച്. നേരത്തെ തോന്നിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എടാ ടിവിയിൽ എല്ലാവർക്കും താങ്ക് യു. ഇങ്ങനെ ഒരു വേഴ്സ്റ്റ് ടൈമിൽ കൂടെ നിന്ന് എല്ലാവരുടെ ഒരുപാട് നന്ദി. താങ്ക് യു. എടാ നമുക്കത് ഇവരോടൊന്ന് സംസാരിച്ചാലോ? MG3 എടുത്ത് അവരുടെ അടുത്തൊന്ന് സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോടാ. സിറ്റുവേഷൻ അപ്പൊ അത് മുതുക്കി വെച്ച് സംസാരായി. അപ്പം കണ്ണാപ്പി അവിടെ നിക്കുന്നുണ്ടായിരുന്നു. അപ്പം MG3 പറഞ്ഞു അണ്ണം പോയായിരുന്നു. അപ്പൊ MG3 പറഞ്ഞ് ലൈക്ക് PD TVനെയും KVനെയും താങ്ങിക്കുക അങ്ങനെ എന്താ പറഞ്ഞു. നമ്മളാ സിറ്റുവേഷനിൽ ഒന്നിലും ഇല്ല. കണ്ണാപ്പിയുടെ സൈഡ് കേൾക്കുമായിരുന്നു. അപ്പൊ അത് പറഞ്ഞു കേട്ടപ്പോ കണ്ണാപ്പിക്ക് പൊളിഞ്ഞ്. അപ്പൊ കണ്ണാപ്പി പോയി സംസാരിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരായി. അമ്മാര് പോയി കേട്ട് നമ്മള് തിരിച്ച് ഗ്യാങ് ഹൗസിൽ വന്ന് നമ്മള് ക്യാൻഡർ സെറ്റ് വണ്ടി എടുക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ കണ്ണാപ്പി തിരിച്ചു വരുമായിരുന്നു. കണ്ണാപ്പി സക്കീറും ഗ്യാങ് ഹൗസിലോട്ട് വരുമായിരുന്നു. അപ്പൊ നമ്മൾ അവിടുത്തെ ആ മലയില് അവരെ പിറ്റ് ചെയ്തിട്ട് അടിച്ചു തന്നു. അപ്പൊ നമ്മളെല്ലാരും ഇറങ്ങി. അവര് മീറ്റിംഗ് വിളിക്കാന്ന് പറഞ്ഞു അവര്. മറ്റേ കൊറേ പേര് ലൈക്ക് പിന്നെയും കൊറേ ആൾക്കാർ കേറുമല്ലേ, ഇത് പ്രീ വാർ പോലത്തെ അല്ലേ. നമ്മളിപ്പോ ടോട്ടലി എത്ര പേരുണ്ട്? എനിക്ക് ഒന്ന് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അതില് എനിക്കൊന്നും തോക്ക് പോലും ഇല്ല. തോക്ക് പിടിക്കാൻ പോലും അറിഞ്ഞൂടാ. 1 2 ബ്രോ ആന മെലിഞ്ഞെന്ന് പറഞ്ഞേ തൊഴുത്തി കെട്ടാൻ പറ്റൂല കേട്ടോ. ഇതൊക്കെ കണ്ടാ മതി. അപ്പൊ എന്തായാലും നമുക്ക് സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നോക്കാം. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ വാറെടുക്കുകയാണോ? നമുക്ക് വാറെടുക്കാമോ? അവര് മീറ്റിംഗ് വിളിക്കാന്ന് അല്ല ഇന്ന് ചന്ദ്ര നീ ഇവിടെ പറ. അല്ല ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് ഇതേ ഉണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ മീറ്റിങ്ങിന് പോകണോ? മീറ്റിങ്ങിന് പോയിട്ട് എന്ത് പറയണോന്നുള്ള കാര്യമാണ് ചോദിക്കണേ. നമുക്ക്